കാണാഞ്ഞത് അന്ന് ഞങ്ങൾ തറയിലിരുന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. 12 വർഷം മുമ്പല്ലേ ഞാൻ സിനിമാ നടിയായത്. അതിന് മുമ്പുള്ള എൻ്റെ വർഷങ്ങളിലും ഞങ്ങളിവിടെ തറയിലിരുന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കസേരയൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. നടത്തുന്നതിന് ടീം നാരായണീയത്തെ കൈകൊട്ടുകളി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അവതരിപ്പിക്കുന്നതിന് ശപഥം കഥാ ഒത്തിരി സന്തോഷം. കാരണം പണ്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്പലത്തിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളത്, അത് കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ. അപ്പം സിനിമയിലൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ടീം, എൻ്റെ കൂടെ പഠിച്ചവർ, നാട്ടിലെ പരിചയക്കാർ, നമ്മളെല്ലാവരും കൂടി ഒരു 14 പേര് ചേരുന്ന ഒരു പെർഫോമൻസ് ചെയ്തത്, ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ കൈകുട്ടിക്കളി എന്നുള്ള രീതിയിൽ. പക്ഷെ ഒത്തിരി സന്തോഷം. കാരണം എവിടെയൊക്കെ പോയി ചെയ്താലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാവരും. ഒത്തിരി സന്തോഷം. എല്ലാത്തിനും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അപ്പോൾ പോസിറ്റീവ് കുറച്ച് കിട്ടുമ്പോൾ സൈഡ് വഴി എന്തായാലും കുറച്ച് നെഗറ്റീവ്സും കൂടി കിട്ടും. അത് തറയിലിരുന്ന് കണ്ടിട്ടുള്ളവർ പണ്ടത് കാണാഞ്ഞത് അന്ന് ഞങ്ങൾ തറയിലിരുന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. 12 വർഷം മുമ്പല്ലേ ഞാൻ സിനിമാ നടിയായത്. അതിന് മുമ്പുള്ള എൻ്റെ വർഷങ്ങളിലും ഞങ്ങളിവിടെ തറയിലിരുന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കസേരയൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്നതാരും ശ്രദ്ധിക്കാണ്ടിരുന്ന, അന്ന് സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഉത്സവവും സപ്താഹയജ്ഞമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്ലോറിലിരുന്ന് തന്നെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതൊക്കെ. ഞങ്ങളും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അതാണ് ചെയ്യുന്നത്. സോ അതിപ്പോഴും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, അത് അവരുടെ ഒരു സന്തോഷമല്ലേ, ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പുതിയ സിനിമയൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നല്ലത് വരുമ്പോഴത്തേക്ക് എന്തായാലും ചെയ്യും. ഓക്കെ, താങ്ക് യു.